ഇവിടെ മറ്റൊരു രംഗം ആരോഗ്യരംഗമാണ്. ആരോഗ്യരംഗത്ത് നടപ്പാക്കുന്ന ആർദ്രം പദ്ധതി, ആ ആർദ്രം പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകതയായി കാണേണ്ടത് നാം ലക്ഷ്യം വെക്കുന്നത് ഒരു കുടുംബ ഡോക്ടർ എന്ന ആശയമാണ്. ആ കുടുംബ ഡോക്ടറിലേക്ക് എത്തുക എന്നതാണ് നാം ഉദ്ദേശിക്കുന്നത്. പക്ഷേ പെട്ടെന്നാവുന്നതല്ല, 1-2 വർഷം കൊണ്ട് പൂർത്തിയാക്കാൻ കഴിയുന്ന ഒരു ലക്ഷ്യമല്ല അത്. അതിൻ്റെ ഭാഗമായി നാം തുടക്കം കുറിക്കുന്നു. ഹെൽത്ത് സെൻ്ററുകളെല്ലാം ഫാമിലി ഹെൽത്ത് സെൻ്ററുകളായിട്ട് മാറണം. അതിൻ്റെ ഫലമായുള്ള മാറ്റങ്ങൾക്ക് ഇപ്പം തന്നെ തുടക്കം കുറിച്ച് കഴിഞ്ഞു. ആശുപത്രികൾ മെഡിക്കൽ കോളേജ് തൊട്ട് താലൂക്ക് ഹോസ്പിറ്റൽ വരെ ഘട്ടം ഘട്ടമായി സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങൾ ഒരുക്കുന്ന ആശുപത്രികളായി മാറും. അതായത് ഏതൊരാൾക്കും നല്ല ചികിത്സ ലഭ്യമാക്കാൻ ഇതിലൂടെ സാധിക്കും. ഉയർന്ന ചികിത്സ, അത് രോഗി സൗഹൃദമാക്കി മാറ്റുക, ആശുപത്രികളെല്ലാം മികവുറ്റതാക്കുക, ഇതാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. നല്ല തുടക്കം ഇതിനകം തന്നെ ആരോഗ്യരംഗത്ത് തുടങ്ങാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് വസ്തുത. ഇതോടൊപ്പം നാം കാണേണ്ട മറ്റൊരു വസ്തുതയാണ് നമ്മുടെ സമൂഹത്തിലുള്ള ഭവനരഹിതരായ ആളുകളുടെ അവസ്ഥ. ഭവനരഹിതരെന്ന് പറയുമ്പോൾ പല തരക്കാരുണ്ട്. ഒരു കൂട്ടർ സ്ഥലമുണ്ട്, വീടില്ല. വേറൊരു കൂട്ടർ വീടിൻ്റെ പണി ആരംഭിച്ചു, പകുതിക്കെത്തി നിന്നുപോയി. ഒരു വീടെന്ന് പറയുന്നതിൽ താമസിക്കുന്നുണ്ട്, പക്ഷേ താമസിക്കാൻ പറ്റിയ വീടല്ല, ഒരു ആവാസയോഗ്യമായ വീടല്ല, വീടും സ്ഥലവുമില്ല. ഇങ്ങനെയുള്ള വിവിധ വിഭാഗങ്ങളുണ്ട്. ഈ വിവിധ വിഭാഗങ്ങൾക്കെല്ലാം വീട് ഇവിടെ ഉണ്ടാവണം. ഇവർക്കെല്ലാം വീട് ഉറപ്പാക്കുന്ന നടപടികളാണ് സ്വീകരിക്കുന്നത്. അതിൽ പരമ്പരാഗതമായി തന്നെ വിഷമിക്കുന്ന വിഭാഗങ്ങൾ, മത്സ്യത്തൊഴിലാളികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗം, തോട്ടം തൊഴിലാളികൾ, ഈ മേഖലക്കൊക്കെ നല്ല മുൻഗണന നൽകും. എല്ലാവർക്കും വീട് നൽകുക എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഈ കാലയളവിൽ എല്ലാവർക്കും വീട് നൽകുക എന്ന ലക്ഷ്യമാണ് ഇതിനകം തന്നെ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുള്ളത്. വീടും സ്ഥലവുമില്ലാത്തവർക്ക് വീട് നൽകുക എന്ന് പറയുമ്പോൾ അത് തന്നെ 2 ലക്ഷത്തിലധികം ആളുകളുണ്ട്. അവർക്ക് ഭവന സമുച്ചയം എന്ന നിലക്ക് കെട്ടിടം നിർമ്മിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് നിരവധി വീടുകളുണ്ടാകും. എന്നാൽ അതിനകത്തൊരുക്കുന്ന ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത, ആ ഒരു വീട്ടിൽ താമസിക്കുന്ന കുടുംബത്തിൽ ഒരാൾക്കെങ്കിലും ഒരു തൊഴിൽ ഉറപ്പ് വരുത്തും. ബാക്കി ആളുകൾക്ക് തൊഴിൽ പരിശീലനത്തിന് സൗകര്യം ഉണ്ടാകും. കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥ ഉണ്ടാക്കാനുള്ള പിന്തുണാ സംവിധാനങ്ങളുണ്ടാകും. പ്രായമായവർക്ക് പരിചരണത്തിലുള്ള സംവിധാനങ്ങളുണ്ടാകും. രോഗികളായിട്ടുള്ളവരെ ചികിത്സിക്കാനുള്ള ഏർപ്പാടുകളും അതോടൊപ്പം പാലിയേറ്റീവ് സംവിധാനവും ഉണ്ടാകും. ഇങ്ങനെയെല്ലാം കൂടിയുള്ള ഒരു സംവിധാനമാണ് വീടെന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു സുരക്ഷിതമായ ഭവനം എന്ന് മാത്രമല്ല, ജീവസന്ധാരണ മാർഗം ഉറപ്പുവരുത്തുക എന്നുകൂടി ഇതിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുകയാണ്. ആ പദ്ധതി ഇപ്പം തന്നെ നമ്മൾ തുടക്കം കുറിക്കുകയാണ്. അതോടൊപ്പം നാം കാണേണ്ടതാണ് ഹരിത കേരള മിഷൻ. അത് കുറേ ഭാഗം പ്രാവർത്തികമായി കഴിഞ്ഞിട്ടുണ്ട്. നല്ല രീതിയിൽ ഏറ്റെടുക്കാൻ ഇതിനകം തന്നെ ജനങ്ങൾ തയ്യാറായതായിട്ടാണ് കാണാൻ നമുക്ക് സാധിക്കുക. അതിലൂടെ നല്ല ഇടപെടൽ പൊതുവിൽ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. ശുചീകരണം നല്ല നിലക്ക് തന്നെ നടക്കണം. ശുചീകരണത്തിൻ്റെ അവസ്ഥ എത്ര ചെയ്താലും പോരാന്നുള്ളൊരു അവസ്ഥയാണ് നിലനിൽക്കുന്നത് എന്ന് നമ്മളെല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരുടെയും കണ്ണെത്തുന്ന സ്ഥലമാണല്ലോ തിരുവനന്തപുരം നഗരം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ജനറൽ ആശുപത്രിയിൽ പോയപ്പോഴുള്ള കാഴ്ച നിങ്ങളെല്ലാവരും പ്രദർശിപ്പിച്ചല്ലോ. അപ്പോൾ ഒന്ന് കണ്ണ് തെറ്റിയാൽ വാസന പഴയതാണ് വരുന്നത്. പഴയ രീതിയിലേക്ക് വീണ്ടും മാലിന്യം കുമിഞ്ഞുകൂടാനുള്ള നിലയാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിലാണ് നമ്മൾ ശരിയായ ബോധവൽക്കരണം വരേണ്ടത്. നമ്മൾ എത്ര വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർ ബന്ധപ്പെടുന്ന സ്ഥലങ്ങളായാലും ഈ മാലിന്യത്തിൻ്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമില്ല എന്നുള്ളതാണ് നിലനിൽക്കുന്ന അവസ്ഥ. അപ്പോൾ മാലിന്യ നിർമ്മാർജ്ജനം വളരെ പ്രധാനമാണ്. അത് നമ്മുടെ പൊതുജനങ്ങളുടെ ആരോഗ്യം നിലനിർത്തുന്നതിന് തന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു കാര്യമാണ്. അതിലാണ് ഊന്നൽ കൊടുക്കുന്നത്. നല്ല അവബോധം സൃഷ്ടിച്ചുകൊണ്ട് മാത്രമേ ഇത് നമുക്ക് പൂർണ്ണതയിലെത്തിക്കാൻ കഴിയും. അതോടൊപ്പം നമുക്ക് വിവിധ വെള്ളത്തിൻ്റേതായ സ്രോതസ്സുകളുണ്ട്. തോടുണ്ട്, കുളമുണ്ട്, വിവിധ അരുവികളുണ്ട്,
ജലസ്രോതസ്സുകളുണ്ട്, നദികളും കായലുകളുമുണ്ട്. ഇതിനകത്തെല്ലാമുള്ള വെള്ളം നമുക്ക് കയ്യിലെടുത്ത് കുടിക്കാൻ പറ്റുന്ന അത്ര ശുദ്ധമായ വെള്ളമാക്കി മാറ്റാനാവണം. ഇത് പലതും ഇപ്പോൾ കൈകൊണ്ട് തൊടാൻ പറ്റാത്ത വെള്ളമാണ്, അത്തരത്തിൽ അഴുക്ക് നിറഞ്ഞ വെള്ളമാണ്. അത് പൂർണ്ണതയിലേക്ക്, പൂർണ്ണ ശുദ്ധീകരണത്തിലേക്ക് എത്തിക്കാൻ നമുക്ക് സാധിക്കണം. അത് ഇതിൻ്റെ ഭാഗമായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യമാണ്. ആദ്യഘട്ടം നദികളും കായലുകളും പെടുന്നില്ല, എന്നാൽ രണ്ടാം ഘട്ടം നദികളും കായലുകളും പെടുന്നുണ്ട്. ഈ രണ്ടാം ഘട്ടത്തിൻ്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ ഇപ്പം തന്നെ ആരംഭം കുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്നതും വസ്തുതയാണ്. അപ്പോൾ നമുക്ക് അതിവേഗതയിൽ ഈ കാര്യങ്ങളിലെല്ലാം മുന്നോട്ട് നീങ്ങേണ്ടതായിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കാണുന്നൊരു കാര്യമാണ് നമ്മുടെ ആരോഗ്യദായകമായ ഭക്ഷ്യസാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. അതിൽ കാർഷിക രംഗത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെല്ലാം വിഷമയമല്ലാത്തതാവണം. അതിനാണ് ജൈവ കൃഷിക്ക് നല്ലതുപോലെ പ്രോത്സാഹനം നൽകേണ്ടത്. പച്ചക്കറിയുടെ കാര്യത്തിൽ നമുക്ക് സ്വയം പര്യാപ്തത നേടാനാവണം, പഴത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് സ്വയം പര്യാപ്തത നേടാനാവും, തരിശ് എന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കാനാവണം. ഈ തരത്തിലുള്ള ഒരു ഇടപെടലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലൊരു മാറ്റം പൊതുവെ കേരളത്തിൽ ഉണ്ടാവണം എന്നാണ് കാണുന്നത്. നമ്മുടെ ഹരിതാഭ ഇപ്പോഴും നഷ്ടപ്പെട്ടൊരു സംസ്ഥാനമല്ല കേരളം, എന്നാൽ വലിയ തോതിൽ ചോർച്ച അതിൽ വന്നു പോയിട്ടുണ്ട്. ആ ചോർച്ചയൊക്കെ നികത്തി പൂർണ്ണ ഹരിതാഭ നിലയിലേക്ക് നമ്മുടെ സംസ്ഥാനത്തെ ഉയർത്തിക്കൊണ്ടുവരാൻ നമുക്ക് കഴിയണം. അതിൻ്റെ ഭാഗമായാണ് ഈ വരുന്ന ജൂൺ 5-ന് കേരളത്തിൽ 1 കോടി വൃക്ഷത്തൈകൾ നടുന്ന ഒരു പരിപാടി നാം തയ്യാറാക്കിയിരിക്കുന്നത്. അത് കുഞ്ഞുങ്ങൾ മുതൽ പ്രായമുള്ളവർ വരെ എല്ലാവരും പങ്കെടുക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് മാറുക. അപ്പോൾ ഇത്തരത്തിലുള്ള നടപടികളെന്ന് പറയുമ്പോൾ സാധാരണഗതിയിലുള്ള ഒരു പരിപാടികൾ മാത്രമല്ല, സാമ്പ്രദായികവും ഗതാനുഗതികവുമായി ചിന്തിക്കുന്ന രീതി സാധാരണ നമുക്കുണ്ടാകാറുണ്ട്. അങ്ങനെയുള്ളൊരു രീതി മാറ്റി ചടുലമായി ചിന്തിച്ച് മുന്നോട്ട് പോകാനാണ് കഴിയാവുന്നത്ര സർക്കാർ ശ്രമിക്കുന്നത്. ഇവിടെ പൊതുവിതരണ സമ്പ്രദായം ദേശീയ തലത്തിൽ തന്നെ ചുരുക്കപ്പെടുന്ന ഘട്ടത്തിൽ കേന്ദ്രത്തിൽ നിന്ന് അരിയുടെ കാര്യത്തിൽ വെട്ടിക്കുറവുണ്ടായിട്ടും നല്ല രീതിയിൽ പൊതുമാർക്കറ്റിൽ ഇടപെടാനുള്ള ശ്രമം തന്നെയാണ് സംസ്ഥാന ഗവൺമെൻറ് നടത്തിയത്. അതിൽ നല്ല രീതിയിൽ വിജയം കൈവരിക്കാനും കഴിഞ്ഞു എന്നതാണ് നമുക്ക് ഈ കാലയളവിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞ പ്രത്യേകത. ഇതോടൊപ്പം കേരളം പൊതുവിൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ. അവരുടെ പ്രശ്നത്തിൽ വായ്പകൾ നേരത്തെ ഉണ്ടായിരുന്നു, ആ വായ്പകൾ തിരിച്ചടക്കാൻ കഴിയാത്ത അവസ്ഥ. അതിൽ മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അവർക്ക് ധനസഹായം നൽകേണ്ടതുണ്ടായിരുന്നു, അത് അടിയന്തരമായി കൊടുത്തു തീർക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ദുരിതബാധിതരുടെ പുനരധിവാസ പ്രശ്നം, അതിൽ നല്ല ഇടപെടൽ തന്നെ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നല്ല നിലയിൽ തന്നെ ആ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടുന്നതിന് സർക്കാരിന് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട്. അവിടെയുള്ള ആരോഗ്യരക്ഷാ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് ശക്തിപ്പെടുത്തുന്നതിനുള്ള ഇടപെടലും ഇതിനകം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ രാജ്യത്തെ പൊതുവായ നയം പൊതുമേഖലാ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടുന്നതാണ്. അങ്ങനെ അടച്ചുപൂട്ടാൻ തയ്യാറായ ഒരു സ്ഥാപനമായിരുന്നു പാലക്കാടുള്ള ഇൻസ്ട്രുമെൻറ്റേഷൻ. അത് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുകയുണ്ടായി. ഇത്തരത്തിലുള്ള നയത്തോട് സർക്കാരിന് പൊതുവിൽ യോജിപ്പില്ല. ആ സ്ഥാപനങ്ങൾ നിലനിർത്തുക എന്നത് തന്നെയാണ് സർക്കാർ കാണുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് പൊതുമേഖലാ സ്ഥാപനങ്ങൾ ശക്തിപ്പെടുത്തുന്ന നിലപാട് തന്നെയാണ് സർക്കാർ പൊതുവെ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നഷ്ടം കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞു. പൊതുവിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ലാഭകരമാക്കാനും ഇതിനകം കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. നമ്മുടെ സംസ്ഥാനത്ത് ഒരു കേരള ബാങ്ക് രൂപീകരിക്കുക എന്നത് പ്രധാനമായി തന്നെയാണ് സംസ്ഥാനം കാണുന്നത്. അതിനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതിവേഗതയിൽ ആ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. ഇതിൽ പൊതുമേഖലാ ബാങ്കുകളുടെ കാര്യത്തിൽ തന്നെ ഒരുതരം ചിറ്റമ്മ നയമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ന്യൂ ജനറേഷൻ ബാങ്കുകളെയാണ് അവർ പ്രോത്സാഹിപ്പിക്കാൻ നോക്കുന്നത് എന്നാണ്
അവരുടെ പ്രവൃത്തികളെല്ലാം കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കേരള ബാങ്ക് അടുത്ത കാലത്ത് തന്നെ യാഥാർത്ഥ്യമാക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ നോട്ട് നിരോധന കാലത്ത് നമ്മുടെ സഹകരണ ബാങ്കുകളെ ഏറ്റവും കൂടുതൽ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലുള്ള ഇടപെടലാണ് ഉണ്ടായത്. വലിയ പ്രതിസന്ധിയാണ് പൊതുവെ നമ്മുടെ സംസ്ഥാനത്ത് അത് സൃഷ്ടിച്ചത്. ഇക്കാര്യത്തിൽ നല്ല നിലക്ക് തന്നെ നമുക്ക് ഇടപെടാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് തകർച്ച വലിയ തോതിൽ ഒഴിവാക്കാൻ കഴിഞ്ഞത് എന്നതാണ് വസ്തുത. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കടുത്ത വരൾച്ചയാണ് നമുക്ക് നേരിടേണ്ടി വന്നത്. ആ വരൾച്ച നേരിടുന്നതിന് ഫലപ്രദമായ നടപടികൾ നേരത്തെ തന്നെ ആസൂത്രണം ചെയ്തിരുന്നു. അതിൻ്റെ ഗുണഫലം നമുക്കുണ്ടായി എന്താണ് വസ്തുത. കാരണം ഒരു 100 വർഷമെടുത്താൽ ഏറ്റവും വലിയ വരൾച്ച ആണ് ഈ വർഷം നമ്മുടെ സംസ്ഥാനത്തുണ്ടായത് എന്ന് തന്നെയാണ് നാം കണക്കാക്കുന്നത്. എന്നാൽ ഫലപ്രദമായ നടപടികൾ ആ കാര്യത്തിൽ സ്വീകരിക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് സംസ്ഥാന സർക്കാരിന് പറയാനുള്ളത്. ഇവിടെ തിരുവനന്തപുരം നഗരത്തിൽ തന്നെ ഉണ്ടായ വൻപിച്ച ജലക്ഷാമം, ഒരു കാലത്തും അത്രത്തോളം രൂക്ഷമായ ജലക്ഷാമം ഉണ്ടായിട്ടില്ല. അതിൽ ഫലപ്രദമായ ഇടപെടലാണ് നമ്മുടെ ജലവിഭവ വകുപ്പിൻ്റെ ഭാഗത്തുണ്ടായത്. അതുകൊണ്ടാണ് നെയ്യാറിലെ വെള്ളം ഇവിടെ എത്തിക്കാൻ നമുക്ക് സാധിച്ചത്. വളരെ അഭിനന്ദനാർഹമായ നടപടിയാണ് ജലവിഭവ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. നമ്മുടെ സംസ്ഥാനത്തെ എല്ലാവരും അതിനെ അഭിനന്ദിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. വിവിധ മാധ്യമങ്ങൾ മുഖപ്രസംഗങ്ങളുടെയും മറ്റും അതിനെ പ്രശംസിച്ചതും ഈ ഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പാവപ്പെട്ടവർക്കുള്ള ഒരു തൊഴിൽ, ഒരു ചെറിയ വരുമാനം എന്ന നിലക്ക് ആശ്വാസമേകുന്നൊരു പദ്ധതിയാണ്. പക്ഷേ ഇക്കാര്യത്തിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട പണം ലഭിക്കുന്നില്ല എന്നൊരവസ്ഥ തുറന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പ്രധാനമന്ത്രിയുടെയും മറ്റും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുള്ള കാര്യമാണ്. എങ്കിലും അതൊന്നും ഇതേവരെ ഫലപ്രദമായ പരിഹാര മാർഗത്തിലെത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. ഇവിടെ നിയമന രംഗത്ത് വലിയ തോതിലുള്ള പ്രശ്നങ്ങൾ നേരത്തെ ഉണ്ടായിരുന്നു. ഒരുതരം മരവിപ്പുണ്ടായിരുന്നു. എന്നാൽ അത് മാറ്റാൻ ഈ ഘട്ടത്തിൽ കഴിഞ്ഞു. 36,047 പേർക്ക് PSC വഴി ഈ കാലയളവിൽ ജോലി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം 2,500-ലേറെ പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് 900 കോടി രൂപയുടെ ബാധ്യത വിദ്യാഭ്യാസ വായ്പ ഏറ്റെടുക്കുന്നതിലൂടെ സർക്കാർ ഏറ്റെടുത്തിരിക്കുകയാണ്. അത് എല്ലാവരും പ്രശംസിച്ച ഒരു പരിപാടിയായി തന്നെയാണ് അത് നിലനിൽക്കുന്നത്. ഇത്തരം കാര്യങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് നല്ല രീതിയിലുള്ള സ്വീകാര്യത പൊതുവെ ജനങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ്. LDF സർക്കാർ സ്വീകരിക്കുന്ന ഇത്തരം നടപടികൾ പൊതുവെ ജനങ്ങൾ നല്ല മനസ്സോടെ സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായി തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പറഞ്ഞ വാക്ക് പാലിക്കുന്ന മുന്നണി എന്ന നിലക്ക് തന്നെ ജനങ്ങൾ കാണുന്ന അവസ്ഥയും വന്നിട്ടുണ്ട്. ഇവിടെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അടക്കമുള്ള വിഷയങ്ങളിൽ വേഗതയിൽ തന്നെ സർക്കാർ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സിവിൽ സർവീസ് നല്ല രീതിയിൽ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ച് മുന്നോട്ട് പോകത്തക്ക രീതിയിൽ കാര്യക്ഷമത ഉണ്ടാക്കാൻ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് തന്നെയാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇവിടെ വലിയ പദ്ധതികളെന്ന നിലക്കുള്ള 2-3 പദ്ധതികൾ എടുത്താൽ, ഇപ്പോൾ മെട്രോവിൻ്റെ ഉദ്ഘാടനം നടക്കാനിരിക്കുകയാണ്. അതിന് പ്രധാനമന്ത്രിയുടെ തീയതി കാത്തു നിൽക്കുകയാണ്. കണ്ണൂർ വിമാനത്താവളം ഉദ്ഘാടനത്തോടടുത്ത് വരികയാണ്. വിഴിഞ്ഞത്തിൻ്റെ പ്രവർത്തനം നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനമായി കണ്ട ചില പദ്ധതികൾ അതേ നിലക്ക് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട് എന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഇവിടെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്ഥിതിയെടുത്താൽ നേരത്തെ നഷ്ടമുണ്ടായിരുന്നത് 131 കോടിയായിരുന്നു. എന്നാൽ ഇപ്പോഴത് 71 കോടിയായി കുറച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്.
പല പൊതുമേഖലാ സ്ഥാപനങ്ങളും ലാഭത്തിലാവുകയും ചെയ്തിട്ടുണ്ട്. കാർഷിക രംഗത്ത് നല്ല ഇടപെടലാണ് പൊതുവെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ളത്. 2015-16 2 ലക്ഷം ഹെക്ടറിൽ താഴെയായിരുന്നു, 1.97 ലക്ഷം ഹെക്ടർ നെൽകൃഷിയാണ് നമ്മുടെ സംസ്ഥാനത്തുണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ 2016-17 2.02 ലക്ഷം ഹെക്ടറായി വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതൊരു നേട്ടം തന്നെയാണ്. ഇത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. റബ്ബറിൻ്റെ വിലസ്ഥിരതാ ഫണ്ടിനായി വകയിരുത്തിയ 500 കോടിയിൽ 449 കോടി 77 ലക്ഷം രൂപ 3,30,000 റബ്ബർ കർഷകർക്കായി വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു നല്ല രീതിയിൽ തന്നെ ആ വിതരണം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കുക. സൗജന്യ വൈദ്യുതി നിരക്ക് വിളകളുടെ തരം പരിഗണിക്കാതെ എല്ലാ വിളകൾക്കും നൽകുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇവിടെ നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇപ്പോൾ പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടില്ലെങ്കിലും ഈ ഘട്ടത്തിൽ തന്നെ പ്രഖ്യാപിക്കാൻ പോകുന്ന ഒന്നാണ് സമ്പൂർണ്ണ വൈദ്യുതീകരണം. അത് കേരളത്തിൻ്റെ പൊതു വൈദ്യുതി മേഖലയിൽ നമുക്ക് നേടാൻ കഴിഞ്ഞ ഏറ്റവും വലിയ നേട്ടമാണ് എന്നത് നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ കുറച്ച് നീണ്ടുപോയി, ഞാൻ അധികം കൂടുതൽ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. എന്നാൽ LDF അധികാരത്തിൽ വരുന്നതിന് തൊട്ട് മുൻപുള്ള ഘട്ടങ്ങളിൽ നമ്മുടെ നാട് ദേശീയ അന്തർദേശീയ മേഖലയിൽ വലിയ തോതിൽ സ്ഥാനം പിടിച്ചിരുന്നു. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഭരണത്തിൻ്റെ അത്യുന്നത മേഖലകളിൽ ബാധിച്ച അനാശാസ്യതകൾ, അഴിമതികൾ, സാംസ്കാരിക ജീർണതകൾ ഇതെല്ലാം മുൻനിർത്തിയായിരുന്നു. എന്നാൽ LDF ഭരണത്തിൻ്റെ ഈ ഒരു വർഷഘട്ടത്തിൽ കേരളം ദേശീയമായും സാർവദേശീയമായും ഇപ്പോൾ മാധ്യമങ്ങളിലും മറ്റും പരാമർശിക്കപ്പെട്ടത് ഇവിടെ നടന്ന നല്ല കാര്യങ്ങൾ മുൻനിർത്തിയാണ്. അത് നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് തന്നെ ട്രാൻസ്ജെൻഡറുകൾക്ക് തൊഴിൽ സംവരണം അത് ലോകത്ത് തന്നെ ആദ്യമായി കേരളത്തിലാണ് നടപ്പാക്കുന്നത്. അത് ഗാർഡിയൻ പത്രം വലിയ തോതിൽ അഭിനന്ദിച്ചുകൊണ്ടാണ് എഴുതിയത്. അപ്പോൾ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ സാധാരണയുള്ളതാണ്. പക്ഷേ ആ തൊഴിലാളികളുടെ ക്ഷേമത്തിന് ഇൻഷുറൻസ് അടക്കമുള്ള കാര്യങ്ങൾ, കുട്ടികളുടെ വിദ്യാഭ്യാസം, ഭവന സൗകര്യം, ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയപ്പോൾ ലാറ്റിൻ അമേരിക്കയിലെ മാധ്യമമായ ടെലിസൂറും ഫ്രഞ്ച് മാധ്യമമായ ഹ്യൂമാനിറ്റയും നമ്മളെ അഭിനന്ദിക്കുന്ന നിലയുണ്ട്. അതായത് ലോകം തന്നെ ശ്രദ്ധിച്ചു എന്നർത്ഥം അത്തരം നടപടികൾ. അത്തരമൊരവസ്ഥയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറിയിട്ടുണ്ട് എന്ന് നാം കാണും. ജീവിതശൈലീ രോഗങ്ങളെ ചെറുക്കാനുള്ള സമഗ്ര പദ്ധതി ഇവിടെ ആവിഷ്കരിച്ചപ്പോൾ അത് പ്രത്യേകമായി ശ്രദ്ധിച്ചുകൊണ്ട് BBC കേരളത്തെ അനുമോദിക്കാൻ തയ്യാറായതും നാം ശ്രദ്ധിക്കേണ്ടതാണ്. നേരത്തെ തന്നെ നമ്മുടെ ശ്രദ്ധയിലുള്ളതാണ് മികവാർന്ന പോലീസിങ്ങിനുള്ള നാഷണൽ പോലീസിംഗ് അവാർഡ് സംസ്ഥാനത്തിന് ലഭിച്ചത്. അതുപോലെ തന്നെ ഏറ്റവും നല്ല ക്രമസമാധാനം നിലനിൽക്കുന്ന സംസ്ഥാനമായി ഇന്ത്യ ടുഡേ ഒരു സർവേയിലൂടെ കേരളത്തെ കണ്ടെത്തിയത്. അപ്പോൾ കേരളത്തിൻ്റെ യശസ് സാർവദേശീയ തലത്തിലാണ് ഉയരുന്നത്. നമ്മുടെ നാട് ആദ്യത്തെ വെളിയിട വിമുക്ത സംസ്ഥാനമായി മാറുന്നു. അത് മാറിയത് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അപ്പോൾ ആ നേട്ടം നമുക്ക് നമ്മുടെ നാട്ടിലെ എല്ലാവരും കൂടി സഹകരിച്ചതിൻ്റെ ഭാഗമായി നേടാൻ കഴിഞ്ഞതാണ്. അതേപോലെ തന്നെയുള്ളതാണ് ആദ്യത്തെ സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനം. ആ പദവിയും
നമുക്ക് ലഭിക്കാനാണ് പോകുന്നത്. അപ്പോൾ നെഗറ്റീവ് കാര്യങ്ങളായിരുന്നു നേരത്തെ വലിയ തോതിൽ ഇടം പിടിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ പോസിറ്റീവായ കാര്യങ്ങൾ വലിയ തോതിൽ ഉയർന്നു നിൽക്കുന്നു എന്നതാണ് കാണാൻ നമുക്ക് സാധിക്കുക. ഇവിടെ സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ, നാടിൻ്റെ വികസനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കുമ്പോൾ ദീർഘകാലാടിസ്ഥാനത്തിലുള്ള വികസന പദ്ധതികൾ വേണം. അതോടൊപ്പം ഹ്രസ്വകാലാടിസ്ഥാനത്തിലുള്ള ആശ്വാസ നടപടികളും വേണം. ഈ രണ്ടിനും പ്രാമുഖ്യം കൊടുത്തുകൊണ്ടാണ് സർക്കാർ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ സർക്കാരിന് ഏറ്റവും അഭിമാനകരമായ കാര്യം, തലയുയർത്തി തന്നെ നിൽക്കാൻ കഴിയുന്ന ഒരു കാര്യം, ഒരു തരത്തിലുള്ള അഴിമതി ആരോപണവും ഈ സർക്കാരിനെതിരെ ബാധിക്കില്ല എന്നുള്ളതാണ്. അതായത് അഴിമതിയിൽ നിന്ന് പൂർണ്ണ വിമുക്തമായി മാറാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അഴിമതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം എന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനത്തെ വിലയിരുത്തുന്ന സ്ഥിതി വന്നിട്ടുണ്ട്. അത് ഏറ്റവും കുറഞ്ഞത് എന്ന നിലയിലല്ല, പൂർണ്ണമായും ഇല്ലാത്ത, അഴിമതി ഇല്ലാത്തൊരു സംസ്ഥാനമാക്കി ഈ സംസ്ഥാനത്തെ മാറ്റുന്നതിനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഏതായാലും സർക്കാരിന് ഇക്കാര്യത്തിൽ നല്ലതുപോലെ അഭിമാനിക്കാൻ വകയുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ നമുക്ക് സാധിക്കും. ഈ ഘട്ടത്തിൽ ഒട്ടേറെ വൈഷമ്യങ്ങൾ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് നോട്ട് നിരോധനവുമായിട്ട് ബന്ധപ്പെട്ടത്, സഹകരണ മേഖലയിലുണ്ടായ പ്രതിസന്ധി, അരി കുറച്ച ഘട്ടങ്ങൾ, അതിനെയൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നേരിടാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് ഇതിന് ഇപ്പോഴുള്ള പ്രത്യേകത. എങ്ങനെയായാലും നമ്മുടെ നാട്ടിൽ അതിവേഗത്തിലുള്ള മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ദേശീയ രാഷ്ട്രീയത്തിൽ ജനനന്മ മുൻനിർത്തിയുള്ള ബദൽ എന്ന നിലയിൽ ജനങ്ങൾ തന്നെ പ്രതീക്ഷയോടെ നോക്കിക്കാണുന്ന ഒരവസ്ഥ സൃഷ്ടിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്നു എന്നുള്ളത് ഞങ്ങളെ കൂടുതൽ ഉത്തരവാദിത്വ ബോധമുള്ളവരാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ ശ്രദ്ധയോടെ ഇനിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരാണ് എന്നത് തന്നെയാണ് ഞങ്ങൾ കാണുന്നത്. രാജ്യം രണ്ട് വിധത്തിലുള്ള പ്രശ്നങ്ങളാണ് നേരിടുന്നത്. ഒന്ന്, വർഗീയ ധ്രുവീകരണത്താൽ ഉണ്ടാകുന്ന പ്രശ്നം. മറ്റൊന്ന്, നിസ്വജനവിഭാഗങ്ങളെ കൂടുതൽ പാപ്പരീകരിക്കുന്ന കോർപ്പറേറ്റ് വൽക്കരണം ഉൾപ്പെടുന്ന നവലിബറൽ നയങ്ങൾ കൊണ്ടുണ്ടാകുന്ന ദുരിതങ്ങൾ. ഇത് രണ്ടും ഒരുപോലെ ചെറുക്കേണ്ടതാണ്. നമ്മൾ ജനമനസ്സിൻ്റെ ഒരുമക്കും ജനജീവിതത്തിൻ്റെ ഭദ്രതയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന ശക്തിയുടെ പ്രതീകം എന്ന നിലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ വിലയിരുത്തപ്പെടുകയാണ്. ആ ദിശയിലുള്ള പ്രവർത്തനം കൂടുതൽ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് ലക്ഷക്കണക്കിന് കോടികളാണ് കോർപ്പറേറ്റുകൾക്ക് വേണ്ടി എഴുതിത്തള്ളുന്നത്. പൊതുവിതരണ പരിധിയിൽ ഉൾപ്പെടുന്നവരെ അതേസമയം ഒഴിവാക്കുകയും ചെയ്യുകയാണ്. ഇത്തരമൊരു സാമ്പത്തിക നയമാണ് രാജ്യത്തുള്ളത് എന്നത് നാം കാണേണ്ടതാണ്. ഇതിനാണ് നല്ല രീതിയിൽ ബദലൊരുക്കാൻ സർക്കാർ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം വർഗീയ നയത്തിൻ്റെ ആപത്ത് ചെറുതല്ല. വ്യക്തി ജീവിതത്തെ തന്നെ ബാധിക്കുന്ന വിധത്തിൽ ആഹാരം മുതൽ വിവാഹം വരെയുള്ള എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒന്നായി വർഗീയത മാറിയിരിക്കുകയാണ്. അപ്പോൾ മതനിരപേക്ഷതയുടെ അടിത്തറ ശക്തിപ്പെടുത്തണം. നാം നേരത്തെ പറഞ്ഞ, നാം എന്തായിരുന്നോ കണ്ടിരുന്നത്, അഴിമതിരഹിത മതനിരപേക്ഷ വികസിത കേരളം എന്നതിലെ മതനിരപേക്ഷതയുടെ അടിത്തറയിൽ സാമ്പത്തിക ആശ്വാസ നടപടികൾ ഫലപ്രദമായി സ്വീകരിക്കുക എന്നത് തന്നെയാണ് സർക്കാർ കാണുന്നത്. ജനമനസ്സുകളെ ഒരുമിപ്പിക്കാനുള്ള എല്ലാ അവസരങ്ങളും സർക്കാർ ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതിൻ്റെ കൂടി ഭാഗമായിരുന്നു ശ്രീനാരായണ ഗുരുവിൻ്റെ നമുക്ക് ജാതിയില്ല വിളംബരത്തിൻ്റെ 100ാം വാർഷികം സർക്കാരിൻ്റെ നേതൃത്വത്തിൽ തന്നെ കേരളത്തിലാകെ വിപുലമായി ആഘോഷിച്ചത്. ഇത്തരം കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധയോടെ ഇനിയുള്ള നാളുകളിൽ പ്രവർത്തിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പൊതുവിൽ എല്ലാവരുടെയും സഹായവും സഹകരണവും പിന്തുണയും
ഇത്തരം കാര്യങ്ങൾക്ക് ഉണ്ടാകണമെന്നാണ് ഈ ഒരു വർഷം പൂർത്തിയാകുന്നതിൻ്റെ മുന്നോടിയായി നടത്തുന്ന ഈ വാർത്താ സമ്മേളനത്തിൽ കേരളത്തിലെ ജനങ്ങളോടാകെ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കണ്ണൂർ എയർപോർട്ടിൻ്റെ കാര്യത്തിൽ ഒരു ടൈം ലിമിറ്റ് വെച്ചുകൊണ്ട് തന്നെയാണ് നീങ്ങുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് ഈ പ്രവൃത്തികൾ പൂർത്തിയാകുന്നതിൽ നമ്മുടെ കയ്യിൽ മാത്രം നിൽക്കുന്ന കാര്യമല്ല. അവിടെ ഒരു പ്രത്യേക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് LND എടുത്ത കരാറിൻ്റെ ഭാഗമായി നടക്കുന്നൊരു പ്രവൃത്തിയുണ്ട്. ആ പ്രവൃത്തിയിൽ ഇപ്പോൾ അത് മഴയ്ക്ക് മുൻപ് പൂർത്തിയാകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അതിൽ കുറച്ചൊരു താമസം വന്നിരിക്കുന്നു. ഒരു തരം നിസ്സഹായത അതിൻ്റെ മുന്നിൽ നമുക്കുണ്ട്. നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഈ മഴയുടെ പ്രശ്നം, മഴക്കത് ചെയ്യാൻ കഴിയുന്നൊരു ജോലിയുമല്ല. അങ്ങനൊരു പ്രശ്നം ഒരു തടസ്സമായി വന്നിട്ടുണ്ട്. ഇതിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് അവ്യക്തത ഉണ്ടാകേണ്ടതായിട്ടില്ല. തദ്ദേശഭരണ സ്ഥാപനങ്ങളെ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ ബന്ധപ്പെട്ട വകുപ്പ് തന്നെ കൃത്യമായ നിർദ്ദേശങ്ങളിലൂടെ കാര്യങ്ങൾ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അടുത്ത വർഷത്തെ പദ്ധതിയുടെ ഭാഗമായി ചില കാര്യങ്ങൾ വകയിരുത്താൻ കഴിയും. അപ്പോൾ അതിൻ്റെ നേതൃത്വം തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് തന്നെയാണ്. അതിൻ്റെ കൂടെ നല്ലതുപോലെ നാട്ടുകാരെ ആകെ, ബഹുജനങ്ങളെ ആകെ അണിനിരത്താനും തദ്ദേശഭരണ സ്ഥാപനങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു ഭാഗത്ത് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പ്രവൃത്തി നടക്കും. ആ പ്രവൃത്തികളിൽ തന്നെ നല്ലതുപോലെ നാട്ടുകാരുടെ സഹകരണവും ഉറപ്പുവരുത്തും. ഇതാണ് ഉദ്ദേശിക്കുന്ന കാര്യം. ചിലയിടങ്ങളിലായിരിക്കും ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ടാകുക. അത് കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. അല്ല, അത് വരാവുന്ന കാര്യമാണ്. അത് കൃത്യമായ നിർദ്ദേശങ്ങളുള്ളതാണ്. അക്കാര്യത്തിൽ ആശയക്കുഴപ്പം ഉണ്ടാകേണ്ടതില്ല. അത് അങ്ങനെയുണ്ടോ എന്നുള്ളത് കൃത്യമായി പരിശോധിക്കുകയും ചെയ്യാം. ലൈഫുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇതൊരു മൊത്തം പദ്ധതിയാണ്. ആ പദ്ധതിയുടെ നടത്തിപ്പ് ഇപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ് നടത്തുക. അതിനും ചില വ്യത്യസ്ത വകുപ്പുകൾ വകയിരുത്തുന്ന പണമുണ്ട്. ആ പണമെല്ലാം ഒന്നിച്ച് സമാഹരിക്കുകയാണ് ചെയ്യുക. വിവിധ ഭവന നിർമ്മാണ പദ്ധതികൾ നമ്മുടെ നാട്ടിലുണ്ട്. അതെല്ലാം കൂടി ഒന്നിച്ച് സമാഹരിക്കും. അങ്ങനെ ഒന്നിച്ച് വീടുകൾ നിർമ്മിക്കുന്ന നിലയാണ് ഉണ്ടാവുക. അത് നിർമ്മിക്കുന്നതിനുള്ള പ്രായോഗികമായ നേതൃത്വം വഹിക്കേണ്ടത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ തന്നെയാണ്. എന്നാൽ അക്കാര്യത്തിൽ ചില കാര്യങ്ങളിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങൾ തന്നെ ഒരു ഭാഗം പണം വകയിരുത്തും. അതിപ്പോഴും തുറന്നു പോകും. അതോടൊപ്പം വീടും സ്ഥലവും ഇല്ലാത്തവർക്ക് വീട് നിർമ്മിച്ച് നൽകാനുള്ള പ്രവർത്തനങ്ങൾ അത് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് മാത്രമായിട്ട് ചെയ്യാൻ കഴിയുന്നില്ല. ഒരു വകുപ്പിന് മാത്രമായിട്ട് ചെയ്യാൻ കഴിയുന്നതല്ല. അത് മൊത്തമായിട്ട് തന്നെ ഏറ്റെടുക്കുന്ന നിലയാണ് ഉണ്ടാവുക. മൊത്തമായിട്ടുള്ള അവസ്ഥ കാര്യങ്ങൾ നല്ല നിലക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളത് തന്നെയാണ്. അല്ല, അങ്ങനെ എടുത്താൽ നമുക്ക് വലിയ തോതിലുള്ള കുറവുകൾ കാണാൻ കഴിയില്ല. നല്ല നിലക്ക് തന്നെ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മുടെ പ്രതീക്ഷക്കനുസരിച്ച് മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണ് കാണാൻ പറ്റുക. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളാണല്ലോ നമ്മൾ വിലയിരുത്തേണ്ടത്. സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുമ്പോൾ അതിൽ അഴിമതിക്കെതിരെ ശക്തമായ നടപടികളുമായിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇത്തരം അഴിമതിയുമായി ബന്ധപ്പെട്ട ആളുകളെ സംരക്ഷിക്കുന്ന നടപടി നേരത്തെ രാഷ്ട്രീയമായിട്ടുണ്ടായിരുന്നു. അതിൽ സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ച് എല്ലാവർക്കും അറിയാം, ഒരു
അഴിമതിയും അത് ഏത് ഉന്നതൻ ഉൾപ്പെട്ടതായാലും സംരക്ഷിക്കുന്ന നിലപാട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോവുക എന്നുള്ളത് ഒരു ശൈലിയായി പ്രയോഗിക്കുന്നതായിരിക്കില്ല, യഥാർത്ഥത്തിൽ പ്രയോഗത്തിൽ വരുന്ന ഒരു കാര്യമായിരിക്കും. മുൻകാലത്തെ അഴിമതിയോട് ഏതെങ്കിലും തരത്തിൽ വിട്ടുവീഴ്ച ചെയ്യുന്ന സമീപനം സർക്കാരിനില്ല. എന്നാൽ രാഷ്ട്രീയമായി ഇന്നത് നിങ്ങൾ ചെയ്തോളൂ എന്ന് ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസിയോട് പറയുന്ന നിലപാടും സർക്കാരിനില്ല. അത് രാഷ്ട്രീയ ശത്രുക്കളോടായാലും ഞങ്ങളെ രാഷ്ട്രീയ സുഹൃത്തുക്കളോടായാലും ആരുടെ കാര്യത്തിലും അന്വേഷണ ഏജൻസി ഇന്ന വഴിക്ക് നീങ്ങണമെന്നത് ഞങ്ങൾ അങ്ങനെ പറയാറില്ല. അതേസമയം കേസുകളുടെ കാര്യത്തിൽ വേഗത വേണം എന്നത് പൊതുവിൽ പറഞ്ഞിട്ടുണ്ട്. അത് വേഗതയിൽ തന്നെ കാര്യങ്ങൾ നടത്തുന്നു എന്ന് തന്നെയാണ് കാണാൻ കഴിയുക. അത് ഒരു പോരായ്മയായിട്ട് സംഭവിച്ചതല്ല, ഒരു യാദൃശ്ചിക സംഭവമാണ്. നമ്മൾ ഒരു വർഷമാകുമ്പോൾ തന്നെ മദ്യനയം വരുന്നതായിരുന്നു. ആ സന്ദർഭത്തിൽ തെരഞ്ഞെടുപ്പ് വന്നു. ആ തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ മദ്യനയം പ്രഖ്യാപിക്കുന്നതിന് ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ടായിരുന്നു. അങ്ങനെ വന്നപ്പോൾ ഒരു 3 മാസ കാലത്തേക്ക് പഴയ സിസ്റ്റം തുടരുന്ന നിലയുണ്ടായി. അത് അവസാനിക്കാൻ പോവുകയാണ്. ഒരാശങ്കയും വേണ്ട, ഇപ്പോൾ പെട്ടെന്ന് തന്നെ നയമായിട്ട് നമ്മുടെ മുന്നിൽ വരും. ഞാൻ നേരത്തെ പറഞ്ഞു, ഇവിടെ ഈ അഴിമതി കേസുകളുടെ കാര്യത്തിൽ അന്വേഷണ ഏജൻസികളുടെ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന നിലപാട് എന്താണ് എന്ന് നിങ്ങളെ അടുത്തിരിക്കുന്ന ആൾ തന്നെ ചോദിച്ചതിൽ കൃത്യമായി ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞു. ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, അന്വേഷണ ഏജൻസിയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സർക്കാർ ഇടപെടാറില്ല. അതിൻ്റെ വേഗതക്കുറവോ മറ്റോ ഉണ്ടെങ്കിൽ അത് സൂചിപ്പിക്കുക എന്നുള്ളതല്ലാതെ മറ്റു തരത്തിൽ അതിൻ്റെ മെറിറ്റിലേക്ക് സർക്കാർ സാധാരണ കടക്കാറില്ല. അല്ല, അതിൻ്റെ പ്രോസസ്സിലാണ്. അതിൻ്റെ നടപടികൾ അവസാന തീരുമാനമെടുക്കുന്നതിന് മുൻപ് ചില പരിശോധനകൾ ആവശ്യമുണ്ട്. ആ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്വകാര്യ നിക്ഷേപങ്ങൾ എടുത്തു പറയത്തക്കതായിട്ട് ഈ ഒരു വർഷം കൊണ്ടൊന്നും വന്നിട്ടില്ല. എന്നാൽ ചില സംസാരങ്ങൾ നടന്നിട്ടുണ്ട്. ചിലർ ആ രംഗത്ത് ഇടപെടും എന്ന വാഗ്ദത്തങ്ങളൊക്കെ ഉണ്ട്. അത് പ്രായോഗിക രൂപത്തിൽ വന്നു കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ IT മേഖല തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വകാര്യ വ്യക്തികളാണല്ലോ സാധാരണയുള്ളത്. അങ്ങനെയുള്ള ചില ജാൻ പ്രോഗ്രാംസ് തന്നെ നല്ല നിലക്ക് നമ്മുടെ മുന്നിൽ നിർദ്ദേശങ്ങളായിട്ടുണ്ട്. പക്ഷേ പ്രാവർത്തികമായിട്ടില്ല. രാഷ്ട്രീയ കാര്യങ്ങളിലേക്ക് കടന്നുപോയാൽ പിന്നെ നമുക്ക് നല്ലൊരു വേദിയായി. അത് ആ വഴിക്ക് നല്ലതുപോലെ പോകാം. ഞാൻ ആ വഴിക്ക് കൂടുതൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇനി ചോദ്യം വന്നാൽ അതിന് മറുപടിയും പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഏതായാലും ഈ വന്ന സ്ഥിതിക്കൊന്ന് പറയാം. ഇക്കാര്യത്തിൽ ഇതിനകം തന്നെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ആ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുള്ള നിലപാട് അവിടെ കോൺഗ്രസ്സാണ് ജയിച്ചു വരാൻ ഇടയുള്ള ഒരു കക്ഷി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കാര്യത്തിൽ നേരത്തെ തന്നെ ഞങ്ങൾ സ്വീകരിച്ചിരുന്ന നിലപാട്
ഈ BJPയും കോൺഗ്രസും വരാതിരിക്കാൻ പറ്റുന്ന നിലപാടുകൾ സ്വീകരിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഭാഗമായി പ്രാദേശികമായി എടുത്തൊരു നിലയാണത്. അതിന് വലിയ മാനങ്ങൾ നൽകേണ്ടതില്ല എന്ന് CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറിയൊക്കെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അവിടെ നമുക്ക് നിൽക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ മറ്റ് ചോദ്യങ്ങൾ പറഞ്ഞാൽ ഇനി ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. കാരണം അത് ഇപ്പം തന്നെ നമ്മൾ വേണ്ടത്ര ദീർഘിച്ചു പോയിട്ടുണ്ട്. അതിലേക്ക് കൂടുതൽ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം ഈ ചലനാത്മകതയിൽ ഒരു മൊബിലിറ്റിയുടെ പ്രശ്നം സർക്കാരിന്, കാരണം ഒരു വേഗത വരുന്നില്ല. ആ വിമർശനം ഇവിടെ ഉണ്ട്. അപ്പോൾ CM പറയുന്നത് ഒരു ചടുലമാണ്. പക്ഷേ ആ ചടുലത അനുഭവത്തിലാണ് പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ തലത്തിലൊക്കെ തന്നെ വലിയ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതിനെ എങ്ങനെയാണ് മറികടക്കുന്നത്? അതൊന്നും വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളല്ല. യഥാർത്ഥത്തിൽ വസ്തുതാപരമായ കാര്യങ്ങൾ പരിശോധിച്ചാൽ ചടുലമായ രീതിയിൽ തന്നെ കാര്യങ്ങൾ നീങ്ങുന്നുവെന്ന് തന്നെയാണ് കാണാൻ കഴിയുക. പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് അങ്ങ് ഉയർന്നു എന്ന് പറയാൻ പറ്റില്ല. അത് പെട്ടെന്നൊരു ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ പൂർത്തിയാക്കാൻ കഴിയുന്ന കാര്യമല്ല. എന്നാൽ നല്ല മുന്നേറ്റം പൊതുവേ ഉണ്ടാകുന്നുണ്ട്, നല്ല മാറ്റം വ്യക്തമാണ്. അതിൻ്റെ ഭാഗമായി നമ്മൾ ആഗ്രഹിക്കുന്ന തരത്തിലേക്ക് തന്നെ കാര്യങ്ങൾ എത്തിക്കാൻ കഴിയും എന്ന് തന്നെയാണ് സർക്കാർ കാണുന്നത്. ഉദ്യോഗസ്ഥർ നമ്മളിപ്പോൾ മറ്റു തരത്തിലെടുക്കണ്ട, സാധാരണ വലിയ ആക്ഷേപമുള്ള ഒരു വകുപ്പാണല്ലോ ഈ ജലവിഭവ വകുപ്പിലെ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനത്തെ പറ്റി. വലിയ പരാതികൾ സാധാരണ ഉയർന്നു വരാറുണ്ട്. ഈ വാട്ടർ അതോറിറ്റിയെ പറ്റിയൊക്കെ വലിയ പരാതികൾ നാട്ടുകാരെ ഏറ്റവും അധികം ബന്ധപ്പെടുന്നൊരു വകുപ്പെന്ന് നിലയ്ക്ക്. പക്ഷേ എത്ര മികവാർന്ന പ്രവർത്തനമാണ് അവരിപ്പോൾ നടത്തിയത്. നമ്മുടെ ഈ നെയ്യാർ ഡാമിലെ വെള്ളം ഇങ്ങോട്ട് കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് നല്ല ചടുലതയോടെയുള്ള നീക്കമല്ലേ ഉണ്ടായി. അപ്പോൾ ഉദ്യോഗസ്ഥന്മാരെ അങ്ങനെ മൊത്തമായിട്ട് ആക്ഷേപിക്കാൻ പറ്റുന്ന ഒന്നല്ല. നല്ല പ്രതിബദ്ധതയോടെ അവർ പ്രവർത്തിക്കാൻ തയ്യാറാകുന്നുണ്ട്. അപ്പോൾ ആ അവസ്ഥ പൊതുവിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥരുടെ മനോഭാവത്തിൽ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ നമുക്ക് സാധിക്കുക. നല്ല പ്രതിബദ്ധതയോടെ അവരെ ഇത്തരം രംഗങ്ങളിൽ പ്രവർത്തിപ്പിക്കുക എന്നത് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്ന കാര്യം. അതേസമയം അതിൽ നിന്ന് വ്യതിയാനങ്ങൾ ഉണ്ടായാൽ അത് സർക്കാർ ഗൗരവമായിട്ട് എടുക്കുകയും ചെയ്യും. അതിപ്പം നമ്മുടെ നാട്ടിൽ ഈ ക്ഷാമമില്ലാത്ത ഒരു കാര്യം വിവാദങ്ങൾക്കാണല്ലോ. നല്ലതുപോലെ വിവാദങ്ങൾ പണ്ടേ ഉയർന്നു വരാറുണ്ട്. ഞാൻ നേരത്തെ തന്നെ ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു. വിവാദങ്ങളുടെ പുറകെ പോകാനായിരിക്കില്ല ഈ സർക്കാരിന് താല്പര്യം, കാര്യങ്ങൾ പ്രാവർത്തികമാക്കുന്നതിലായിരിക്കും. അപ്പോൾ വിവാദങ്ങൾ ഒരു ഭാഗത്ത് നടക്കും, സർക്കാർ അതിൻ്റെ പിന്നാലെ പോകാനല്ല ഉദ്ദേശിക്കുന്നത്. ഇവിടെ നടപ്പാക്കേണ്ട കാര്യങ്ങൾ അത് നമ്മുടെ പൊതുസമൂഹത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ നടപ്പാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അത് നടപ്പാക്കുന്നതിൽ ഒരു തരത്തിലുള്ള വിവാദവും പ്രതികൂലമായി ബാധിക്കില്ല എന്നതാണ് എനിക്ക് പറയാനുള്ളത്. അത് നിങ്ങളെല്ലാവരും സ്വയമേവ ചിന്തിക്കേണ്ട കാര്യമാണ്. ഞാൻ മറുപടി പറയേണ്ടതല്ല. കേന്ദ്ര സർക്കാർ ഒരു സർക്കാർ എന്ന നിലക്ക് ചില കാര്യങ്ങളിൽ രാഷ്ട്രീയമായ നിലപാടുകളിൽ അവർ സ്വീകരിക്കുന്ന നിലപാടിനോട് കടുത്ത വിമർശനം രാഷ്ട്രീയമായി ഞങ്ങൾക്കുണ്ട്. പിന്നെ നേരത്തെ സർവകക്ഷി സംഘം പോകാൻ ശ്രമിച്ചു, അപ്പോൾ സമ്മതം തന്നില്ല, അതിനോടും കടുത്ത വിമർശനം നമ്മൾ രേഖപ്പെടുത്തുക. അത്തരത്തിലുള്ള ചില പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട്. എന്നാൽ അത് മാറ്റി നിർത്തിയാൽ, അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തിയാൽ എപ്പോഴും സംഘർഷഭരിതമാണെന്ന് കാണാൻ പറ്റില്ല. സംസ്ഥാന ഗവൺമെൻറ്റും കേന്ദ്ര ഗവൺമെൻറ്റും രണ്ട് ഗവൺമെൻറ്റുകൾ എന്ന നിലക്ക് നല്ല രീതിയിൽ സഹകരിച്ച് തന്നെയാണ് പോകുന്നത്. നല്ല സഹകരണാത്മകമായ ബന്ധം തന്നെയാണ് രണ്ട് സർക്കാരുകളും തമ്മിൽ നിലനിൽക്കുന്നത്.
അതൊരു ദൗർഭാഗ്യകരമായ അവസ്ഥ തന്നെയാണ്. ഞാൻ ഇതിനിടയ്ക്ക് അഡ്വക്കറ്റുമാരുടെ ഒരു പരിപാടിയിൽ നിങ്ങൾ ആരും പങ്കെടുക്കില്ലല്ലോ അതിൽ നിങ്ങളാരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ അവരോട് പറഞ്ഞു, സാധാരണ ഏത് പരിപാടിയാവുമ്പോൾ ഇവിടെ മാധ്യമക്കാരുടെ വലിയ തിരക്കാണല്ലോ ഉണ്ടാകുക, നിങ്ങളടുത്ത് ആരും ഇല്ലല്ലോ, ഇത് നിങ്ങൾ തന്നെ വരുത്തി വെച്ച് ഒന്നാണല്ലോ, ഇങ്ങനെയൊരു അവസ്ഥ ഉണ്ടാക്കുന്ന നല്ലതല്ലല്ലോ, നിങ്ങൾ അത് പരിശോധിക്കേണ്ടതാണ് എന്നൊക്കെ ഞാൻ അവിടെ തന്നെ അവരോട് ഞാൻ ആദ്യമായിട്ട് പറയാൻ, ഈ അഡ്വക്കറ്റുമാരോട്. മറ്റതെല്ലാം പൊതുവിൽ പറഞ്ഞത് ഉണ്ടായിരുന്നു. അത് പൊതുവിൽ തന്നെ ആ പരിപാടിയിൽ ഞാൻ പറഞ്ഞു. അതിൻ്റെ തുടർച്ചയായി ഒരു ദിവസം ഒരു പരിപാടിയിൽ അഡ്വക്കറ്റ് ജനറലെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ അന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായി ഇവരുമായിട്ടൊരു ചർച്ചയ്ക്ക് വന്നതാണ് ഞാൻ, അത് ചർച്ച ചെയ്യാൻ അവരും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ അഡ്വക്കറ്റുമാരുമായി ചർച്ച ചെയ്യാൻ വേണ്ടി വന്നതാണ് എന്ന് പറഞ്ഞു. അതിൻ്റെ തുടർച്ച എന്തായി നിനക്കറിയില്ല, അതിൻ്റെ വിവരം പിന്നീട് ഞാൻ ചോദിച്ചിട്ടില്ല. അത്രത്തോളം കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ടെന്നർത്ഥം. എങ്ങനെയായാലും ഇതൊരു തുടരേണ്ട അവസ്ഥയല്ല, ഇത് അവസാനിപ്പിച്ച് പോകേണ്ടതാണ്. അതിന് രണ്ടു കൂട്ടരും പരസ്പരം കാര്യങ്ങൾ ചർച്ച ചെയ്ത് ഏതോ കാലത്തുണ്ടായ ഇപ്പോൾ പറയുമ്പോൾ ഏതോ കാലത്ത് പറയേണ്ട ഒരു കാലമായി, അങ്ങനെ ഒരു കാലത്തുണ്ടായ ഒരു പ്രശ്നത്തിൻ്റെ മേലെ ഈ മാധ്യമ പ്രവർത്തകരെ അകറ്റി നിർത്തുക എന്നൊരു സമീപനം സ്വീകരിച്ചു പോകുന്നത് നല്ല കാര്യമല്ല. ഈ ഉദ്ഘാടനം എന്നൊക്കെ പറയുന്നത് ഒരു സാധാരണ നിലക്കുള്ളൊരു മര്യാദയുടെ പ്രശ്നമാണ്. പിന്നെ എൻ്റെ ഒരു വ്യക്തിപരമായ നിലപാട് നിങ്ങൾ മനസ്സിലാക്കിയെന്നറിയില്ല, അത് ഈ എങ്ങനെയെങ്കിലും കയറി ഒരു സ്ഥാനം കിട്ടിക്കളിയ എന്നൊരു മോഹക്കാരനല്ല ഞാൻ. ഇപ്പോൾ IIT ഉദ്ഘാടനം അവിടുന്ന് മന്ത്രി വിളിച്ചു പറഞ്ഞു, എനിക്ക് വരാൻ വിഷമമുണ്ട്, നിങ്ങൾ നടത്തിക്കോ എന്ന് പറഞ്ഞു. ഏത് പാലക്കാട്. ഞാൻ പറഞ്ഞു അത് വേണ്ട, അത് നിങ്ങൾ വരുന്ന സമയത്ത് മതി, നമുക്ക് അങ്ങനെ നടത്താം. എന്നിട്ട് ഞങ്ങൾ തമ്മിൽ പരസ്പരം തീയതി ആലോചിക്കാൻ തുടങ്ങി. തീയതി ആലോചിച്ചെത്തിയില്ല. അപ്പം പിന്നെ കോളേജ് അടച്ചല്ലോ. അപ്പോൾ പറഞ്ഞു, എന്നാൽ നമുക്ക് കോളേജ് തുറന്നിട്ടെടുക്കാം. ആയിക്കോട്ടെ, നിങ്ങൾ വരുമ്പം മതി എന്ന് പറഞ്ഞു. ഇതിനകത്ത് കേന്ദ്രവും സംസ്ഥാനവും കൂടിയുള്ള ഒന്നാണ് ഈ മെട്രോ. ആ മെട്രോവിൻ്റെ മെട്രോ ഉദ്ഘാടനം എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പ്രാധാന്യമനുസരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി തന്നെ ഉദ്ഘാടനം ചെയ്യുന്നതാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. അതുകൊണ്ടാണ് ഏപ്രിൽ മധ്യത്തോടു കൂടിയാണെന്ന് തോന്നുന്നു ഞങ്ങൾ പ്രധാനമന്ത്രിക്ക് കത്തയച്ചു. പ്രധാനമന്ത്രിക്ക് അയച്ച കത്ത് നിങ്ങൾക്ക് സൗകര്യമുള്ളൊരു തീയതി എന്നാണ്, സൗകര്യമുള്ളൊരു തീയതി തരണം, ഒരു മെയ് മധ്യത്തിന് ശേഷം ഉള്ളൊരു തീയതി ആയാൽ നല്ലത് എന്നും പറഞ്ഞിരുന്നു. അങ്ങനെയാണ് കത്തയച്ചത്. പലവട്ടം പിന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസിനെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പ്രധാനമന്ത്രിയുടെ ഓഫീസ് എന്നെല്ലാം പറഞ്ഞാൽ വലിയ തിരക്കുള്ള ഓഫീസാണല്ലോ, പരിപാടികൾ പലതാണല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് അവർക്ക് പരിപാടി തരാൻ വിഷമമുണ്ടായി. ഏതായാലും പിന്നെ ബന്ധപ്പെടൽ തുറന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് സൂചനകൾ വരുന്നുണ്ട്, ഇവിടെ പരിപാടി തരാൻ പോവുകയാണ് എന്നൊക്കെയുള്ളൊരു സൂചനകൾ വരുന്നുണ്ടായിരുന്നു. ഏതായാലും പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്, പരിപാടി തരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ആ പരിപാടി കാത്താണ് നിൽക്കുന്നത്. എല്ലാം തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതിൽ നിന്നൊരു മറിച്ചൊരു മാറ്റം വേണമെങ്കിൽ പരിപാടി ഇല്ല എന്ന് അവിടുന്ന് പറയണം. അതിൻ്റെ ശേഷം മാത്രമേ മറ്റൊരാലോചന നടത്തൂ. അപ്പോൾ നമുക്ക് അത് നല്ല ഉദാത്തമായൊരു കാര്യമാണ്, അത് നല്ല ധീരമായ നടപടിയാണ്, അതിനകത്തൊരു സംശയമില്ല. അത് എല്ലാം ശക്തമായ നടപടി ഉണ്ടായല്ലോ, അതിന് പിന്തുണ കൊടുക്കാതല്ലാതെ വേറെയൊന്നും ഉണ്ടാകേണ്ടതില്ല. ശരി, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. മുഖ്യമന്ത്രി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. സർക്കാരിൻ്റെ 1ാം വാർഷിക ആഘോഷങ്ങൾ തുടങ്ങാനിരിക്കെ ഭരണനേട്ടങ്ങൾ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത്. സർക്കാരിൻ്റെ നിരവധി കഴിഞ്ഞ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ അദ്ദേഹം വിലയിരുത്തി. ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. പ്രത്യേകിച്ചും സംസ്ഥാനത്ത് ഒരു രാഷ്ട്രീയ ശുദ്ധി കൊണ്ടുവരാൻ കഴിഞ്ഞു LDF സർക്കാരിന് എന്ന് അദ്ദേഹം പറഞ്ഞു. മറ്റൊന്ന്, കിഫ്ബി വഴി വലിയ വികസനങ്ങൾ കൊണ്ടുവരും. ഒപ്പം തന്നെ സ്മാർട്ട് ക്ലാസ് റൂമുകൾ അടക്കം കൊണ്ടുവരും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അദ്ദേഹം എടുത്തു പറഞ്ഞത് കേരളത്തിന് രാജ്യത്തിൻ്റെ മുന്നിൽ തല ഉയർത്തി നിൽക്കാൻ കഴിഞ്ഞത് അഴിമതി ഇല്ലാത്ത സംസ്ഥാനം എന്ന പേരിലാണ്.